എൻ്റെ കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടിട്ടു. എനിക്കവരെ താല്പര്യമുണ്ട്, അറിയിക്കുക എത്രയും പെട്ടെന്ന്. ഉടനെ മറുപടി വന്നു. അതെന്താ, എൻ്റെ സിനിമകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലാതൊരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ 100% വിവാഹം നടക്കില്ല. 90% ഓഫ് മലയാളം ഫിലിംസ് പ്രൊഡ്യൂസ് ഈസ് നത്തിങ് ബട്ട് ട്രാഷ്. ഇതും അധികം അപകടകാരിയായ ഇൻസന്മാർ ചാടി കഴിഞ്ഞു. ഉള്ളി ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ എന്ന് പറഞ്ഞ് ചാടിക്കൂ. നിങ്ങൾ മദ്യപിക്കരുത്, സ്ത്രീ വിഷയത്തിൽ തൽപരനായി പോകരുത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സൂക്ഷിക്കണം. നിങ്ങൾ ബാലേന്ദ്രനെ വെച്ച് പണം ചെയ്യുകയാണ്. നാനയുടെ സപ്പോർട്ടൊന്നും കിട്ടില്ല കേട്ടോ. അത് നാന മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടേ അല്ലേ? അയാളെ ചെയ്യേണ്ടെന്താ? എന്താ വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. അങ്ങനെയാണ് മദ്രാസ് ലേഖനായിട്ട്. ഈ പറഞ്ഞ പോലെ അദ്ദേഹവുമായിട്ട്, അതായത് ഞാൻ പറഞ്ഞൊരു മുതലാളി എന്ന് അന്നും അതിനുശേഷം ഇപ്പോഴും ഒരാളെ വിളിച്ചിട്ടുള്ളത് കൃഷ്ണസ്വാമി ആയിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ആത്മബന്ധമായിരുന്നു അദ്ദേഹമായിട്ട്. വളരെ ഉടനെ വെച്ചാൽ എന്നോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു എന്താ വികാര വായ്പെന്ന് പറയുന്നത് ഒരു പരിധിവരെ പുത്രനിർവിശേഷമായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് കൺഫൈഡ് ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ ഞാൻ നന്നായി വരണം എന്ന നിർബന്ധ ബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ട് പലപ്പോഴും എന്നോട് സംസാരിക്കുന്നവരുണ്ട്. അതായത് അദ്ദേഹം കൊച്ചു കുട്ടികളെ ഉപദേശിക്കുന്നത് ചെയ്യും. എൻ്റെ പറയും നിങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, അന്ന് നമ്മൾ എന്താണ് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ലെവലിരിക്കുക. പക്ഷേ അദ്ദേഹം എന്നോട് പറയുന്നത്, നിങ്ങൾ മദ്യപിക്കരുത് എന്നോട് പറയുന്നതാണ്. കാരണം മദ്യം നമ്മുടെ ശേഷികളെ, നമ്മുടെ കഴിവുകളെ നശിപ്പിക്കും. സ്ത്രീ വിഷയത്തിൽ തൽപരനായി പോകരുത്, മുഖത്തിൻ്റെ ഐശ്വര്യം ഇങ്ങനെയൊക്കെയാണ്, മുഖത്തിൻ്റെ ഐശ്വര്യം പോകും. ഇത് പുള്ളി എന്താണ്? അപ്പം അത് രണ്ടും പിന്നെ എനിക്ക് മനസ്സിലാക്കാം. അന്ന് പുള്ളി വേറെ കഴിച്ചു, നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സൂക്ഷിക്കണം. അന്ന് എനിക്ക് ഇൻകം ഇല്ല, പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നും. കാരണം ഇൻകം ടാക്സിനകത്ത് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുകയില്ല, നിങ്ങൾ അടുത്ത തലമുറ അനുഭവിക്കും. ഇതൊക്കെ ചുമ്മാ പുള്ളി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഉദ്ദേശങ്ങളാണ്. ഞാനാലും എന്തിന് ഇദ്ദേഹം ഇതൊക്കെ എനിക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഇൻട്രസ്റ്റായി. അത് പുള്ളി അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു തരുന്ന ഒരു ചിന്താഗതി, അല്ലാതെ ഒരു കടമ ചെയ്യുന്ന കണക്കല്ല. ഹി വാസ് എ ഗുഡ് ബുക്ക് ടു മീ. പിന്നെ പുള്ളി വേറെ വലിയ ക്വാളിറ്റി, എപ്പോൾ നോക്കിയാൽ ഇവിടെ കഷ്ടത്തൊരു പുസ്തകം കാണും. അത് സ്വഭാവമില്ല. യാത്ര ചെയ്യുമ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോഴൊക്കെ ഒരു പുസ്തകം ഇവിടെ കഷ്ടത്തെപ്പോഴും കാണും. ഒരു മുറുക്കാൻ ചെല്ലും ഉണ്ടാവും. മുറുക്കാൻ ചെല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ. അതിൽ തന്നെ പുള്ളി എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പുള്ളി ഈ മുറുക്കാൻ ചെല്ലം എടുത്തു കൊടുക്കാനൊരു മത്സരമുണ്ട്. രാത്രി വീട്ടിൽ കൂടെ ഡ്രോപ്പ് ചെയ്യുമ്പം പുള്ളിയുടെ ഫ്രണ്ട്സ് ആരുടെയും കയ്യിൽ നിന്ന് ചാടും ചെല്ലം. അപ്പം അതെടുത്ത് വേണം കുടിച്ചാൽ മുതലാളി ഇത് ചെല്ലം. ഈ മുതലാളിയുടെ ഈ ചെല്ലം എന്ന് പറയുമ്പോൾ മുതലാളി കാണും പുള്ളി. അപ്പോഴാണ് ഇയാൾ മറ്റേ കാശ് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോഴാണ് മുതലാളി ഓർക്കുക. ആ ഒരു റിമൈൻഡറാണ് ഈ ചെല്ലം. ഒരു ദിവസം രാത്രിയിൽ നിന്ന് കിണറ്റിന് പോയി കഴിഞ്ഞപ്പം ഈ ചെല്ലം കൊടുക്കേണ്ട ജോലി എനിക്ക് വന്നു. ഞാൻ ഈ ചെല്ലം എടുത്ത് തന്നു. അപ്പോൾ പുള്ളി അത് എൻ്റെ തോളത്ത് കൈവച്ച് എന്നെ നോക്കി ആ ചെല്ലം ഞാൻ വാങ്ങിച്ചു. അത് ബാലേന്ദ്രൻ, നിങ്ങളൊരിക്കലും എൻ്റെ ചെല്ലം എടുക്കരുത് കേട്ടോ, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഓരോ ആളിൻ്റെ രീതികളൊക്കെ അറിയാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എൻ്റെ പുറത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടുള്ളതാണ്, ഇവിടെ മദ്രാസിൽ ലേഖനായിട്ട് അവിടെ ചെല്ലുന്നു. അന്നത്തെ രസകരമായ ഒരുപാട് വാർത്തകൾ താങ്കൾ എഴുതിയിട്ടുണ്ട്, അന്ന് നാനയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്ന് ഒരുപാട് വായനക്കാരെ ഉണ്ടാക്കിയ പങ്ക്തികളായിരുന്നു. പക്ഷെ അക്കാലത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിക്കാൻ പോയിരുന്നു.
അന്ന് പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത് വിൻസെൻ്റ് മാഷാണ്, അന്നത്തെ പ്രമുഖനായ സംവിധായകൻ. അദ്ദേഹവുമായിട്ടൊന്ന് കലഹിച്ചൊരു കഥ. കലഹിച്ച കഥയല്ല, അതൊക്കെ വളരെ സത്യസന്ധമാണ്. പുതുമകളെ സ്വീകരിക്കുന്നവർക്ക് പുതിയത് തന്നെ വേണം. അതിന് സ്വയംവരയും വേണം. സ്വയംവര സിൽക്സ് പുതിയതാണ്. ഇവിടെ നിന്ന് പോകുന്നതിന് മദ്രാസിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. പോയ സമയത്ത് തന്നെ ഞാൻ ഇദ്ദേഹത്തിന് എഴുതി, ആർക്ക് മലയാളിക്ക് എഴുതി, എനിക്ക് സിനിമയുടെ സാങ്കേതികത്വം പഠിക്കാൻ താല്പര്യമുണ്ട്, സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളത്. അപ്പം ഞാനത് പഠിക്കാനുള്ള അവസരം കിട്ടിയാൽ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ, തീർച്ചയായും പോകണമെന്ന് പറഞ്ഞു പുള്ളി. അതുകൊണ്ട് എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അടയാറിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഞങ്ങൾ മിസ്റ്റർ താണുകൂടെയാണ്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പത്രപ്രതിനിധിയാണ്, എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് നല്ല കാര്യമില്ല, അത് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അഡ്മിഷൻ തരണം. ഞാൻ അപ്പോഴേ കിട്ടിയത് നാനിക്ക് മോശമാണ്, തീർച്ചയായും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ ഉടനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ധാരണ ചെന്ന് ബാജ ഒടിച്ചെങ്കിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞകത്തേക്ക് കയറി ചിലപ്പോൾ 3 പേര് ഇരിപ്പുണ്ട്. അതിലൊന്ന് BN റെഡ്ഡി, അവിടുത്തെ പ്രസിദ്ധനായ ആളാണ്. അടുത്തത് ഇവർ മൂലമായിട്ട് വിൻസെൻ്റ് മാഷ് ഇരിപ്പുണ്ട്. എത്ര പിടി പോലെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് താനുള്ള സാറുണ്ട്. അപ്പോൾ നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ ഉടനെ നാഗരഡി ചോദിച്ചു, വാട്ട് ഡു യു സേ, വാട്ട് ഈസ് യുവർ കമൻറ്റ് അബൌട്ട് പ്രസൻറ്റ് ഡേ മലയാളം ഫിലിംസ്. അപ്പോൾ ഓവർ സ്മാർട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപ്പമല്ലേ ഞാൻ പറഞ്ഞു, 90% ഓഫ് മലയാളം ഫിലിംസ് പ്രൊഡ്യൂസ്ഡ് ഈസ് നത്തിങ് ബട്ട് ട്രാഷ്. ഇതും അധികം ഞാൻ അറിഞ്ഞില്ല. അപകടകാരിയായ ഇൻസന്മാർ ചാടി കഴിഞ്ഞിട്ട്, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്, ഹൗ ക്യാൻ യു സേ ദാറ്റ് 90% ഓഫ് ദ ഫിലിംസ് ആർ ട്രാഷ്, ഹു ആർ യു ടു സേ ഇറ്റ്, ആർ യു എ സ്റ്റുഡൻറ്റ് ഓർ മാസ്റ്റർ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംഭവം കയ്യിൽ പോയി. So you wanted me to, no. You are not supposed to make opinions like that. It's not a good sign of a good student. You are unfit to become a student. അപ്പോൾ ഞാൻ ഈ അന്തം വിടുക, താഴെ സാറ് നോക്കുന്നില്ല, നമ്മുടെ പ്രിൻസിപ്പൽ വേണ്ടിയിരിക്കുക. എനിവേ ലെറ്റ് മീ സി വെദർ യു ആർ ക്വാളിഫൈഡ് ഓർ നോട്ട്. പുള്ളി പറഞ്ഞ ഒരു പേന എടുത്താൽ പോയി പിടിച്ച് നോക്കി. പുള്ളി വിറക്കിയാണ്. Come on, tell me the shirt you are wearing. Tell me the colours of the shirt you are wearing now. കഷ്ടകാലത്ത് അന്ന് എന്താണ്ടൊരു കൊലസ്ട്രോൾ ഷർട്ടാണ്. ഞാൻ ആലോചിച്ചു, സോറി സർ, യു കനോട്ട് റിമെമ്പർ ദ കളേഴ്സ് ഓഫ് ദ ഷർട്ട് യു ആർ വെയറിങ്. ഹൗ വിൽ യു മേക്ക് എ ഫിലിം ബേസ്ഡ് ഓൺ യുവർ ദിസ് തിങ്. അപ്പോൾ എനിക്ക് മനസ്സിൽ എന്നെ കളിയാക്കാന്ന് പോവായെന്നത്. ഇനി നിന്നിട്ട് കാര്യമില്ല. ഞാൻ സർ ഐ തിങ്ക് യു ആർ സാഡ്ലി മിസ്റ്റേക്കൻ സർ. ഞാൻ വിട്ടില്ലേ, you are only trying to measure my memory power, not observation. Observation is different, memory power is different. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? Or you will have to answer, I respect you, you are a big director, that's a different matter. But you are asking me to mention the colors of the shirt I am wearing for the last 2 hours. Can you say the number of hairs on your head which is there for the last so many years of your age? പുള്ളി ഗെറ്റ് ഔട്ട് ഫ്രം മീ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. സന്തോഷമായി, പറഞ്ഞു തീർത്തല്ലോ. വന്നു അടുത്ത മാസം അവിടെ ഇതുണ്ട്, എന്താണ് നമ്മുടെ അമേരിക്കൻ എംബസിയിലെ ഒരു പടമുണ്ട്, എല്ലാം കൂടെ ഞാനും കാണാൻ പോകും. വിൻസെൻ്റ് മാഷുണ്ട്. സാറിന് ഇഷ്ടമായി എന്നെ കണ്ടോ, മറ്റേ കിട്ടിയില്ലല്ലേ, അടുത്തൊന്നും അപ്പോഴാണ് കേട്ടോ, യു ഷുഡ് ഗെറ്റ്. ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ പക്ഷേ അപ്പോഴേക്കും അവിടുത്തെ എൻ്റെ ഈ താഴെയുള്ള സ്ഥാനമുള്ള ദേഷ്യം കാരണം എൻ്റെ ഫസ്റ്റ് ഫിലിം തുടങ്ങി. അതിൻ്റെ ഒരു പീസ് ശോഭയുടെ അവിടുത്തെ ഫ്ലോറിൽ ഞാൻ ബുക്ക് ചെയ്തു ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ എൻ്റെ ആഗ്രഹം നടത്തിയത് ഉത്താട. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്തു. വാശി തീർക്കാനായിട്ട്. വാശി തീർക്കാൻ ചെറിയ ചെറിയ വാശിയിൽ എന്തോ ചെയ്തു. ആദ്യമല്ലേ പറഞ്ഞു സിനിമയുടെ ഏതെങ്കിലും പരിസരത്തുണ്ടായാൽ മതി. അതെ. പക്ഷേ ഒരു സിനിമ ചെയ്യണം, ഒരു സിനിമ സംവിധായകനാകണം എന്നൊരു മോഹം എപ്പോഴെങ്കിലും ഉണ്ടാവണമല്ലോ. എൻ്റെ സുഹൃത്തെ, ആഗ്രഹം ഉണ്ടാകുന്നതല്ല. ഞാൻ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എന്ത് പറയാനുണ്ടാവും? ഒരു 17-18 വയസ്സ്, ഫസ്റ്റ് ഇയർ. ഞാൻ ഫാത്തിമ മാതാ കോളേജിൽ
പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് കോളേജ് മേസനെ കഥ എഴുതിയിട്ടുണ്ട്. കഥ എഴുതിയിട്ടുണ്ട് ഞാൻ, എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. ബാലചന്ദ്ര മേനോൻ ഫസ്റ്റ് PDC. ഡിഡ് യു ഗോ ഫോർ ഫിലിം മേനോൻ? ചോദ്യം. എന്താണെന്ന് അത് തുടർന്ന് ഷൂട്ടിംഗ് തീർന്നു, വാച്ചിൽ നോക്കി, മണി 1, ഹാവു നായകനെ ആ റോഡിലേക്ക് മെരുക്കെടുക്കാൻ നന്നേ പാടുപെട്ടു. എൻ്റെ കഥ ആരംഭിക്കുന്നത് അങ്ങനെ. ശ്രദ്ധിക്കണം. അപ്പോൾ അതിലെ സംഭവം എന്ന് വെച്ചാൽ, ക്ലാസ്സിലിരിക്കുന്ന ഞാൻ അന്ന് എന്നോടൊപ്പമുള്ള 3 പേരെ കാണുകയാണ്. ഞങ്ങൾ വളർന്നു. ഞാൻ അറിയപ്പെടുന്ന ഡയറക്ടറായി. ലൊക്കേഷൻ വെച്ചിട്ട് ഈ 2 പേരെ കണ്ടുമുട്ടുന്നതാണ് കഥ. അന്നേ സിനിമാ സംവിധായകനാണ്. ആ, അവരെ കണ്ടുമുട്ടുന്നു ഞാൻ. എനിക്ക് കേട്ടോളൂ. അതിലേറ്റവും മോശം, ഞാൻ സങ്കല്പിച്ച 2 പേര്, ഒരു കറുത്ത പെൺകുട്ടിയും ഒരു വെളുത്ത പെൺകുട്ടിയുണ്ട്. ഇവർ 2 പേരും ഞാനൊരു കലാകാരനായതുകൊണ്ട് എൻ്റെ റെക്കോർഡ് വെച്ച് തന്നതിലും ഒക്കെ മത്സരബുദ്ധി നിൽക്കുമായിരുന്നു. അത് ഞാൻ ഈ കറുത്ത പെൺകുട്ടി ഒരു എഞ്ചിനീയറെ കൊണ്ട് കെട്ടിച്ചു കഥയിൽ. മറ്റവളും പിടിക്കുക. അവളെ ഞാൻ നേരെ ഫോറിനിൽ അയച്ചു, പിന്നെ മെഡിസിൻ പഠിച്ച് പോകുന്നതായിട്ട്. ഒരുത്തിന് നമ്മൾ പിന്നീട് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലാണ് അവൻ ജോലി, സയൻറ്റിസ്റ്റ് ആയത്. അങ്ങനെ അതിന് ഞാൻ IAS കാരനായിട്ടാണ് കണ്ടത്. അവനതായി. ഞാൻ ഡോക്ടറാകുമെന്ന് പറഞ്ഞ വെളുത്ത പെൺകുട്ടി കാഞ്ഞിരപ്പള്ളിയിൽ ഗൈനക്കോളജിസ്റ്റ് റിട്ടയറായി. ശരി, എഞ്ചിനീയറെ കല്യാണം കഴിച്ചു. അത് മിസ്സായി. രാധേന്ദ്ര പെൺകുട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ കൊല്ലത്തൂടെ വണ്ടി പിടിച്ച് വരുമ്പം ഈ കുട്ടി സൂസനെതിരെ വരും. വണ്ടി നിർത്തി. സൂസൻ 4 പേര്. വലിയ സന്തോഷം. മേനോൻ പറഞ്ഞ പോലെ സിനിമ വന്ന സിനിമയിൽ ഓരോ പറഞ്ഞ് സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തല്ലോ മറ്റാന്നൊക്കെ പറഞ്ഞത്. സൂസൻ്റെ എന്തായി കല്യാണമൊക്കെ? ഇല്ല, മേനോൻ എഴുതിയ എഞ്ചിനീയർ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടെ മസ്കറ്റിൽ പോയി. ചെന്നപ്പോൾ അവിടെ വെച്ച് യാദൃശ്യമായിട്ട് സൂസനെ വീണ്ടും കാണുന്നു. തടിച്ചു നിർത്തിയത് എൻ്റെ ഭർത്താവുണ്ട്. എൻ്റെ വൈഫിനടുത്ത് പറഞ്ഞു, മേനോൻ പറഞ്ഞതൊക്കെ എൻ്റെ ചേട്ടൻ എഞ്ചിനീയറാണ്, നന്നായിരിക്കട്ടെ. അപ്പോൾ അത് ബാലേന്ദ്രൻ ഡയറക്ടറായി. ഞാൻ എഴുതിയ എല്ലാം നടന്നു. അങ്ങനെ സംവിധായകനായി. സോ ഹാപ്പൻഡ്. ഉത്താട രാത്രിയിൽ, അതിനുശേഷം രാധയെന്ന പെൺകുട്ടി. രാധയെന്ന അന്നത്തെ ഏറ്റവും ഹിറ്റ് പടങ്ങളിലൊന്നും. 25 days വന്നു. അതെ, അന്ന് 25 എന്ന് പറഞ്ഞാൽ വലിയ ദിവസമാണ്. അതെ. അതിന് പിന്നാലെയാണ് കലിക എന്ന് പറയുന്നത്, അതിഗംഭീരമായൊരു സിനിമ. മോഹനേന്ദ്രൻ പഴയ കുവൈറ്റ് അംബാസഡർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കലിക എന്ന് പറയുന്ന നോവല് അത് സിനിമയാകുന്നു. അതൊരു വല്ലാത്ത കഥകളാണ്. ആ സിനിമയിലാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ എവിടെയും, അല്ലെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, പോസ്റ്ററുകളിലോ ഒരുപക്ഷെ സിനിമയിലെ ടൈറ്റിലിലോ ഒന്നും ആ സംവിധായകന്റെ പേരുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞൊരു പുത്ര സ്നേഹമുണ്ടായിരുന്നു അതിൻ്റെ മുതലാളിക്ക്. അദ്ദേഹമായിരുന്നു ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരില്ലാതെ വന്നു? മുതലാളി എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും ഉള്ളവരെ തന്നെ. അദ്ദേഹം ഒരു മുതലാളിയുമാണ്, അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു പിതാവുമാണ്. പിതാവെന്ന രീതി അദ്ദേഹത്തിന് മക്കളുടെ ഒരു ദൗർബല്യമുണ്ട്. മുതലാളിയും വ്യത്യസ്തനല്ല. കലിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുങ്കുമം ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്ത ഒരു പുസ്തകമാണ്. അത് സിനിമയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കഥയുണ്ട്, തീരില്ല കേട്ടോ. സിനിമയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മുതലാളി തീരുമാനിച്ചത് എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്ന് ചോദിച്ചു. എനിക്ക് എതിർപ്പില്ല, കാരണം എൻ്റെ തുടക്ക സ്റ്റേയല്ലേ. ഞാൻ പറഞ്ഞത് എനിക്ക് എഴുത്തുകാരനെന്ന് കാണാതെ, ഞാൻ പറഞ്ഞു എനിക്ക് എഴുത്തുകാരനെ കാണാതെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി എഴുത്തുകാരൻ എഴുതി. അന്ന് അദ്ദേഹം സിംഗപ്പൂരിലാണ്. പുള്ളി വന്നു. സിംഗപ്പൂരിൽ നിന്ന് മോഹനേന്ദ്രൻ ഞാനുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞൊരു മോഹനേന്ദ്രന് ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു. എന്നെ ബാലാന്നാണ് വിളിക്കുന്നു. പുള്ളി പറഞ്ഞു എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ സിനിമയുടെ കലികയെ സംബന്ധിച്ച് എന്ത് മാറ്റം വരുത്താനും എൻ്റെ ഇരിപ്പോഴുണ്ട്, പേരടക്കം മാറ്റാനുള്ള സ്വാതന്ത്ര്യം ബാലിനെ ഞാൻ കൊടുത്തിരിക്കുകയാണ് എന്ന് എഴുതി കൊടുത്തില്ല പ്രയോഗം. എന്നിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അത് കഴിഞ്ഞ് നമ്മുടെ അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നപ്പം അവിടെ കുറേ ആൾക്കാർ അത് മാറ്റി, ആ സീനിൽ അങ്ങനെ എടുത്തില്ല, ഈ കുശുമ്പും അത് ഒരുപാട് ദ്രോഹം ചെയ്തു, ദേഷ്യം ചോദിക്കും, അവിടെ ഫോക്കസ് പോയി.
അത് ഒരുപാട് അസ്വസ്ഥപ്പെടുത്തി അതിൻ്റെ അങ്ങനെ വന്നത് വാശിയായി. പിന്നെ അവരുടെ മനസ്സ് വളരാത്തവരാണ്. അവരെ സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ ഒരു പത്രസ്ഥാപനത്തിലൊരു ജോലിക്കാരനായിട്ട് വന്ന ആളല്ലേ, അപ്പോൾ അയാൾ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെ കേൾപ്പിക്കും എന്ന് പറയാൻ കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വകവച്ചില്ല. ഐ വെൻറ്റ് സ്ട്രേറ്റ് ഇൻ മൈ വൺ വേ. പക്ഷേ മുതലാളി അവസാനമായിട്ട് എന്നോട് പറഞ്ഞത്, ബാലേന്ദ്രൻ, ഇന്ന് ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവില്ല. നാളെ നിങ്ങളുടെ അച്ഛനാകുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി എന്നാ വിളി പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വേറെ വലിയ അങ്ങനെ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ കാര്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ വിവാഹം. ഞാനങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച ആളൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ കണ്ടു, കൊള്ളാമെന്ന് തോന്നി, കെട്ടണമെന്ന് തോന്നി, എൻ്റെ പിറകെ പോയി. ഇത്രയുള്ള സംഭവം. ഒരു പെൺകുട്ടിയുടെ പിറകെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അത് വന്നപ്പോൾ യാദൃശ്യമായിട്ട് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അദ്ദേഹം ഒരു നല്ലൊരു സഹൃദയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ലക്ഷ്മണൻ പിള്ള, കൊല്ലത്ത് കാഷ്യൂ ഫാക്ടറി. ഈ ആലുവേന വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മദറില്ല ലക്ഷ്മണൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോക്കൊരു ആലോചന വന്നിട്ടുണ്ട്, കൊല്ലമാണ്, നിങ്ങളാകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ പുള്ളി അറിയിച്ച ശത്രുവാളത്തെ ചോദിക്കാം, പുള്ളിയുടെ മോളെ മാതിരിയാണ് എൻ്റെ ഭാര്യ. അങ്ങനെ പുള്ളി വന്ന് ഇദ്ദേഹത്തെ കണ്ടു. എന്താ കാര്യം? എൻ്റെ മോളെ പോലെ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കൊരു പ്രപ്പോസൽ വന്നു. അദ്ദേഹം കേട്ടു, സാഗൂതം. ഓ ശരി, വിവാഹാലോചനയാണോ? അതെ. അദ്ദേഹം പറഞ്ഞു അത്ര ബെസ്റ്റ് ബോയാണ്. ആ സമയത്ത് ഈ നാനയായിട്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ 100% വിവാഹം നടക്കില്ല. അദ്ദേഹം പറയുകയാണ് തിരിച്ച്, വഷളാണ്, നിങ്ങൾ മുമ്പോട്ട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മണപിള്ള അത് തന്നെ പറയും. അമ്മ പിന്നെ ഒന്നും കേൾക്കുകയില്ല. അപ്പം അതിന് കാരണഭൂതനും അങ്ങേരാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പറ്റി നല്ലതേ പറയാൻ പറ്റുള്ളൂ. പടത്തിൽ ഒരു സംവിധായകൻ്റെ പേരില്ലാതെ വന്നപ്പോൾ വിഷമമുണ്ടായില്ലേ? എനിക്ക് സമയം കിട്ടില്ല അന്വേഷിക്കാൻ. അതൊക്കെ ഈ ബാക്കി കുൽസിത പ്രവർത്തനങ്ങളാണ് ബാക്കിയുള്ളവരുടെ. വെക്കേണ്ട, അവനെ പഠിപ്പിക്കുക, അതറിയില്ല എനിക്ക്. ഈ പടം ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് ഞാൻ അണിയാത്തോളം ചെയ്യുന്നത്. അണിയാത്തോളം ചെയ്യാനിരുന്നപ്പോൾ അവിടെ ഡ്രൈവർ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മരിച്ചുപോയി. അയാളെല്ലാവരും എപ്പോൾ എന്നെ അറിയിക്കും. മുതലാളിയും സംഘവും കൂടെ മദ്രാസിലേക്ക് പോകുന്നു, എയർപോർട്ടിലേക്ക്. പ്രിയ ട്രാവൽസിൻ്റെ ഓഫീസ് അവിടെ പടിഞ്ഞാറക്കോട്ടയിൽ. അവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്നു. NB അബു ഉണ്ട് അവിടെ, പ്രൊഡ്യൂസർ. നിങ്ങൾ ബാലേന്ദ്രൻ വെച്ച് പടം ചെയ്യുകയാണ്. നാനയുടെ സപ്പോർട്ടൊന്നും കിട്ടില്ല കേട്ടോ, അത് നാന മാത്രമേ ഉള്ളൂ. അപ്പോൾ NB അബു പറഞ്ഞു, ഇല്ല സാർ, ഈ പടം ഞാൻ തുടങ്ങിപ്പോയി, ഞാൻ അടുത്ത അവിടെ തന്നെ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അണിയാത്തോള തുടങ്ങുന്നത്. പടം തീർത്ത് റിലീസാകാൻ പോകുന്ന ദിവസം അന്ന് ശിവാശിയിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. എത്രയോ പേജ് മാറ്റിയിട്ടിരിക്കുക എഴുതി കൊല്ലാൻ പടത്തെ പറ്റി. മുതലാളി അനുജന്മാരുടെ സിനിമ കാണുന്നു കുമാർ തിയേറ്ററിൽ. കുമാർ ചുമ്മാ ബാക്കി ഇരുന്നു, പന്നപ്പടം, പേര് കണ്ടില്ല, അണിയാത്തോളകൾ, നെഗറ്റീവാണ് സാധനം, എവിടെ ഓടാനിത്, എല്ലാവരും മൊത്തം എല്ലാം കേൾക്കും. നേരെ ഓഫീസിൽ വന്നു. ഇനിയിപ്പോൾ തെറി എഴുതണ്ടേ, നല്ല സീനതൊക്കെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടിരിക്കുക. റെഡ്ഡിയാർ പറഞ്ഞു, മുതലാളി പടം നന്നായിട്ടുണ്ട്, ആൾക്കാർ ഈ പടം ഇഷ്ടപ്പെടും, അതിനെതിരെ നമ്മൾ എഴുതരുത്. അയ്യോ മുതലാളി അങ്ങനെ എഴുതിയില്ല, എങ്ങനെ നമുക്കിപ്പോൾ ഈ പടം ഇറങ്ങുന്ന സമയം
ഒന്നും എഴുതരുത്, നമ്മുടെ ശിക്ഷ അതാണ്. ഇങ്ങനൊരാൾ മലയാള സിനിമയിലില്ല, നമ്മൾ പരാമർശിക്കത്തില്ല. അങ്ങനെയാണ് എന്നെ ബ്ലാക്ക് കോട്ട് സ്ഥാപിക്കുന്നത്. അങ്ങനെ കുറേ കാലം ബാലേന്ദ്രൻ പ്രസിഡന്റ് സിനിമകളുടെ കവറേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇല്ല, സമാന്തരങ്ങൾ വരെ ഒന്നുമില്ലായിരുന്നു. നേരത്തെ പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയുടെ പുറകെ പോയിട്ടുള്ളൂ. ആ അതൊരു പക്ഷേ ഈ സിനിമാ കഥകളെയും വെല്ലുന്ന ഒരു കഥയാണത്. ആ ചേച്ചിയെ സ്വന്തമാക്കിയ കഥ. അതെ. അന്നും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് അതെ തിരുവനന്തപുരത്തുണ്ട് അതെ. അല്ലേ? പിന്നെ എങ്ങനെയായിരുന്നു ആ ശരിക്കും ആ കണ്ടുമുട്ടുന്നത്? ഇല്ല, അത് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ വിധിയാണ്. ഞാൻ മണിയൻപിള്ള മണിയമ്പിള്ള തോന്നി അറിയാമല്ലോ കറക്റ്റായിട്ട്. മണിയമ്പിള്ളയുടെ സമയത്താണ് ഞാൻ നമ്മുടെ കീർത്തി ഹോട്ടലിൽ താമസം. സിനിമാക്കാരുടെ പഴയൊരു സങ്കേതമായിരുന്നു. ആ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് തുറന്നപ്പം നേരെ എതിരെ ആ ബ്ലോക്കിൽ 4-5 നരച്ച തലകൾ. അതാണ് നല്ല നര. അതിൻ്റെ ഒരു പെണ്ണ് മാത്രമാണ് ചെറിയ പെണ്ണ് നിൽക്കുന്നത്, ഒരു പാവാട കൊടുത്തിരിക്കുക. സാധാരണഗതിയിൽ എനിക്ക് രണ്ടാമതൊരു നോട്ടം ഉണ്ടാകാറില്ല. ഇതെന്തോ ഒരു ഡിമാൻഡ് സെക്കൻഡ് ഒരു കൗതുകം ഒന്ന് നോക്കിയേ. അങ്ങനെ നോക്കിക്കൊണ്ട് കഴിയും അവിടുത്തെ ഡോറ് തള്ളിക്കൊണ്ട് ഒരാൾ കയറി വന്നു. അപ്പോൾ നോക്കിയപ്പോൾ കൊഞ്ചൻ താമസമുണ്ട് അവിടെ. ഹസൻ ഇത് അവിടെ നല്ല പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. എവിടെ? ആ ഞാനങ്ങ് വിട്ടു. ഞാൻ അകത്ത് പോയി കുളിക്കാൻ പോണമല്ലോ. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരാവശ്യമില്ലാതൊരു ഡിസ്റ്റർബൻസ് നമുക്ക് മനസ്സിനകത്ത്. കഥയൊരു ശബ്ദം തട്ടി തോന്നുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഞങ്ങൾ പറൂരിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ ചെറിയമ്മയും ഇളയമ്മയൊക്കെ ഉണ്ട്. അവരെ പറഞ്ഞു നിങ്ങളുണ്ടെന്ന് ഇവിടെ. ഞങ്ങളിങ്ങനെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില്ല. ഞാൻ പിന്നെ ഷട്ടിലാണ് നിൽക്കുക. അവർ നഗത്തോടൊന്ന് വിളിച്ചോട്ടെ കാണാനായിട്ട്. തലേദിവസത്തെ ബിയറിൻ്റെ ബോട്ടിലേക്ക് അവിടെ ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കഴിഞ്ഞ് നേരെ ഇവിടെ ചെന്നപ്പോൾ ഈ നരച്ചയിൽ എൻ്റെ വയലിരിപ്പുണ്ട്. ഭാവി വധു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നു. സന്തോഷം. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെയും മോഹൻ്റെയും പടങ്ങളാണ് എനിക്കിഷ്ടം. ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഷൂട്ടിങ്ങെല്ലാം കാണാമെങ്കിൽ ഞാൻ ഏർപ്പാടാക്കാം, ഒരാവശ്യമില്ല. മധു സാറിനെ വിളിക്കാം. മധു സാറിനെ അവിടെ നിന്ന് തന്നെ വിളിച്ച് സാറിന് ഷൂട്ടിംഗ് ഉണ്ടല്ലോ അവിടെ. ഞാൻ സാറിനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയാൽ മതി, കാണാം. ശരി, കാണാതെ വിട്ടു. ഞാൻ ചിത്രാഞ്ജലിക്ക് പോയി. ചിത്രാഞ്ജലിക്ക് ഞാൻ വണ്ടി കാറിൽ കയറി. അയ്യോ, ഞാൻ അവരുടെ വേറെ ഡീറ്റെയിൽസും ചോദിച്ചില്ലല്ലോ. ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ്. ശരി ഓട്ടം നേരി രാത്രി വന്ന് കീർത്തിയിൽ മുറിയിരുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ഡ്രിങ്കെല്ലാം ഫിക്സ് ചെയ്ത് ചെയ്തപ്പോൾ പയ്യൻ താഴെ നിൽക്കുന്നു. സാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. നോക്കിയപ്പോൾ അവൻ എഴുതിയ കത്താണ്. ആ കത്തില്ലെങ്കിൽ ഇത് നടക്കത്തില്ല. സന്തോഷം. ഞങ്ങൾ അതിനൊന്നും പോയില്ല. വലിയ സന്തോഷമായി ഞങ്ങൾക്ക്. എങ്ങാനും ഈ വഴി വരികയാണെങ്കിൽ, പറവൂർ വഴി വരികയാണെങ്കിൽ, ഇത് കിട്ടിയതും ഞാൻ എൻ്റെ ധാരണ വലിയ ഔദാര്യം ചെയ്യുന്ന പോലെ കത്തൊക്കെ എഴുതി. നിങ്ങളുടെ കൂട്ടത്തിൽ എന്തൊരു പെൺകുട്ടിയെ കണ്ടല്ലോ, എനിക്കവരെ താല്പര്യമുണ്ട്, അറിയിക്കുക എത്രയും പെട്ടെന്ന്. കത്തെഴുതി. ഉടനെ മറുപടി വന്നു. അതെന്താ, എൻ്റെ സിനിമകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലാതൊരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സിനിമാക്കാരനെ വേണ്ട. അത് ഭയങ്കര മുഖത്തടിച്ചായിപ്പോയി. പിന്നെ ചമ്മലായില്ലേ, വിടത്തില്ലേ വരുന്നത്. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് ഇല്ലല്ലോ. ഞാനങ്ങനെ ഇങ്ങനെ അടി കൊണ്ടായപ്പോയി. അപ്പം എന്താ ചെയ്യാൻ, അവനെ പിടിച്ചു. പോകുമ്പോഴത്തെ കുട്ടിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാവുമെന്നോ പറഞ്ഞു ശങ്കിടി. ഞാൻ ആലോചിച്ചു പല മാർഗവും. അവസാനം നാണം കെട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാലും നടക്കുള്ളൂ, ഇത് വേറെ ആരുമില്ല. ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ പോയി. വണ്ടി ആര് പോയി, നാണം കെട്ട് ആരും ചെയ്യും. അമ്മ ഡോറ് വന്നപ്പോൾ നിൽക്കുന്നത് ബാലേന്ദ്രൻ തന്നെ. ഒന്നുമില്ല,
ഞാൻ തന്നെയാണ് വന്നത്, വേറെ ആരുമില്ല. സംഗതി ഇങ്ങനെയൊക്കെയാണ്. എനിക്കൊന്നും അറിയില്ല, അച്ഛനില്ല കുട്ടി. അപ്പം ഞാൻ ഇതിനപ്പുറം എനിക്കിത് പറയാനില്ല. അപ്പം അവിടെ ഒരു വലിയ കളി നടന്നു. ആ കളിയാണ് അത്ഭുത കളി. അതായത് അത് ആലോചിച്ചാൽ ഭയങ്കര രസമാണ്. എൻ്റെ അമ്മായിയപ്പ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, പുള്ളി രസികനായിരുന്നു ആൾ. സ്മാളെ കൊണ്ട് വിളിക്കും. അപ്പോൾ പുള്ളി വൈകുന്നേരം ഇരുന്ന് വെള്ളം അടിക്കുമ്പോൾ എൻ്റെ മദറിലെ പറഞ്ഞു പത്രി കേട്ടോ, മോൾക്ക് 10 വയസ്സ് കൈ കേട്ടോ, പെട്ടെന്ന് അവളങ്ങ് വലുതാവും. ദിവസവും വൈകുന്നേരം ഇരുന്ന് കുടിച്ചുകൊണ്ടിരുന്നാൽ ഒക്കെ അവളെ ഒന്ന് കെട്ടിച്ച് കൊണ്ടായില്ലേ. അപ്പോൾ രസികനായ പുള്ളിയെ കടിച്ചു. ഇത് വിശ്വസിക്കാൻ പറ്റില്ല. നീ നോക്കിക്കോ, അത് കല്യാണപ്രായമാകുമ്പോൾ ഒരു പയ്യൻ നിൻ്റെ അടുത്ത് വരും, വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും നിന്നോട്, ധൈര്യമായിട്ട് കെട്ടിച്ചു കൊടുത്തത്. അത് ചോദിച്ചാൽ വന്നിരിക്കുന്നു. എന്താ കോയിൻസിഡൻസ് അല്ലേ, പറഞ്ഞ് വിശ്വസിക്കാൻ എഴുതി വെച്ച പോലെ ഒരു. പക്ഷേ ഇങ്ങനെ എങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മ ഇത് ഇപ്പോൾ അമ്മ നോക്കുമ്പോൾ ആരെങ്കിലും ലോകത്ത് പെണ്ണ് ചോദിച്ചിങ്ങനെ കയറി വരുമോ? നേരിട്ട് വന്ന് എനിക്ക് ആ പെണ്ണെ കെട്ടണം ചോദിക്കുകയും അതും ചോദിക്കുന്ന ആൾ മോശമാണോ? അപ്പോൾ ഇത് തന്നെയാണോ രഘുവേട്ടൻ ഉദ്ദേശിച്ച ആൾ എന്ന് വിചാരിച്ച് അമ്മ സമ്മതിച്ചാണ്. ആ അന്വേഷണമാണ് പിന്നീട് മുതലാളിയിലേക്ക് എത്തിയത്. അതെ, അതാണ് അമ്മ. അവിടെ നിന്ന് സിഗ്നൽ കാണിച്ചു, അതെ, വിവാഹം കഴിച്ചു. വിവാഹം എവിടെ വെച്ചായിരുന്നത്? എറണാകുളത്ത് TD ഹാളിൽ. ഗംഭീര വിവാഹമായിരുന്നു. കുഴപ്പമായിരുന്നു. അന്നത്തെ കാലത്ത് ഉണ്ടല്ലോ. പക്ഷെ അന്ന് ചേച്ചിയൊക്കെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിലോ, കിട്ടിയില്ലായിരുന്നെങ്കിലോ, ഞാൻ വേറെ ആളെ കിട്ടുമെന്ന് തോന്നില്ല. അത് എൻ്റെ സ്വഭാവത്തിന് പറ്റിയായിരുന്നു. ഇപ്പോഴും ഞാൻ മൊസടനാണ്. പക്ഷേ വേറെ ഒന്നുമല്ല, നമുക്ക് ചില നിർബന്ധങ്ങളും എന്നെ മാനേജ് ചെയ്യണ്ടേ. അയ്യോ, അതെ അതെ അതെ, അത് ഓൺലി മൈ വൈഫ് ക്യാൻ ഡു ഇറ്റ്. ഒരുപാട് നല്ല ക്ഷമ വേണം. വരദ ബി മേനോൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് അല്ലേ? എപ്പോഴെങ്കിലും വഴക്കിടുണ്ടോ? അല്ല, വഴക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമാണല്ലോ. വഴക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതെ. ചില ഒരു ജീവിതത്തിൽ ചേട്ടൻ്റെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു, ആരോഗ്യപരമായ ഒരു ഘട്ടം. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വാർത്തകൾ നേരത്തെ പത്രക്കാർ ബ്രേക്കിംഗ് വരെ ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്രൻ മേനോൻ അത്യാസന്ന നിലയിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മരണപ്പെട്ടു എന്നായി. ശരിക്കും വാസ്തവത്തിൽ അന്നും ഇന്നും ബാലേന്ദ്രൻ എന്ത് പറ്റിയെന്നുള്ളത് ഒരു മിസ്റ്ററി ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അത് നമ്മുടെ സമൂഹം പരിപാലിക്കേണ്ട ഒരു മര്യാദയാണ്. നമുക്കില്ലാത്തതും അതാണ്. ഉദാഹരണത്തിനിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം ഒരു കുശലമാണ് ആരോഗ്യം. എങ്ങനെയുണ്ട്? എന്താ എൻ്റെ അർത്ഥമുള്ളത്? അറിയൂ എന്നുള്ളതാണ്. അല്ല അല്ല ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. അതിനകത്തൊരു ചില ധ്വനി കിടപ്പുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ആരോഗ്യം അങ്ങനെ ഒരിക്കൽ എനിക്ക് വളരെ അടുപ്പം ഉള്ള ഒരു മിനിസ്റ്ററാണ് രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചുണർത്തുന്നു. എനിക്ക് കോൾ. അപ്പോൾ ആ കോൾ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞ് ഈ തപ്പുമ്പോൾ എനിക്കറിയാം എൻ്റെ പേരല്ല ഉദ്ദേശിച്ചത്. പുള്ളി ബാലകൃഷ്ണൻ നായരായിരിക്കും ഉദ്ദേശിച്ചത്. ബാലേന്ദ്രൻ മേനോൻ ഡയൽ ഒന്നുള്ളതാണ്. ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുള്ളി രാവിലെ 6 മണിക്ക് ഹലോ ആരോഗ്യം അങ്ങനെ ഉണ്ട്. രാവിലെ 6 മണിക്ക് ഉണർത്തി വെച്ച് ആരോഗ്യം ഹൗ ആർ യു നടത്തും. അത് നമ്മുടെ ഒരു വൃത്തികെട്ട ഭാഗം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു ഹെൽത്ത് ഫയൽ എന്ന സാധനം ക്ലോസ് ചെയ്തിരിക്കാം. അത് ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ഇറ്റ്. കാരണം ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. എങ്കിലും അല്പം ഈ ഭയങ്കര നമ്മൾ പറയാം സീരിയസ് ആയിരുന്ന ഒരു കണ്ടീഷൻ, ആരോഗ്യ അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു പനിയും സീരിയസ് ആവാമല്ലോ. ഒരു തലേ തേങ്ങ വീണത്ര തരം വേണം. BP ഒക്കെ ഷുഗറും ഒക്കെ എല്ലാം ഓക്കെ. അറിയാൻ നേരത്തെ തേങ്ങ തലേ വീണു എന്ത് ചെയ്യും? അത് ഗ്യാരണ്ടി ഒന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ് എന്ന ചോദ്യം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്നോട് കുസൃതി ചോദ്യങ്ങളും കുന്നായ്മ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നു. ഇതിലെല്ലാം ഞാൻ തിരിച്ചുത്തരം പറയുന്നു. അപ്പോൾ എൻ്റെ ഉത്തരത്തിൽ നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ ഇവൻ സെൻസുള്ളവനാണെന്ന് മനസ്സിലാക്കും. ആ ഉത്തരം പറയുന്നത് വളരെ കറക്റ്റായിട്ട് പുള്ളി പറയുന്നുണ്ട്. കുറി പോലെ പറയുന്നു. ഇതെല്ലാം ഇപ്പോൾ സപ്പോസ് സദസ്സാന്ന് വിചാരിക്കുക. ആ സദസ്സ് മൊത്തം നമ്മളെ കാണുക. നമ്മൾ പറയുന്ന ഓരോ വാക്യത്തിനും ദ്യോതിപ്പിക്കുന്ന ഓരോ അർത്ഥത്തിനും അവർ കയ്യടി തരുന്നു. അവരാഹ്ലാദിക്കുന്നു. അവരെല്ലാം മറക്കുന്നു. ഇത് നിങ്ങളും കാണുകയാണ്. എന്നിട്ട് നിങ്ങളിൽ സംഘാടകർ കാണും.
സംഘാടകർ നമ്മളെ കൊണ്ടുവന്നാലാണല്ലോ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാൻ നേരം നമ്മളെ കാറിക്കകത്ത് കയറ്റാൻ വരും. അപകടകരവരാണ്. കാറിലേക്ക് കയറ്റാൻ വേണ്ട ഡോറ് തുറന്ന് നമ്മളെ കയറ്റിയിട്ട് ഒരുത്തൻ്റെ ഒരു ചോദ്യമുണ്ട്, സാർ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ ചെയ്യേണ്ടേ? അയാളെ ചെയ്യേണ്ട എന്താ ഇതുവരെ ഇത് കണ്ടത് പോലവന് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതായത് പോകുന്ന വഴിക്കും അറ്റാക്ക് വരാൻ നിനക്ക് ഭീഷണിപ്പെടുത്തുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് മാത്രം ഹെൽത്ത് ഫെയർ ഐ നെവർ ഡിസ്കസ് വിത്ത് എനിബഡി. അതറിയുന്ന ഒരു ഡോക്ടർ മാത്രമായിരിക്കും.